ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഒന്നാം തരം പിടിയും കോഴി കേട്ടോ. അതുണ്ടോ? അല്ല ഒന്നാം തരം പിടിയും കോഴി. അത് സ്പൂണും കൊണ്ടല്ല കഴിക്കേണ്ടത്, ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ കഴിക്കേണ്ടത് ഇങ്ങനെ. ഓ രക്ഷയില്ല, സൂപ്പർ സാധനം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുകയാണ് എന്നുള്ള കുറേ കമൻറ്റുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഒന്നാമത്തെ കേസിട്ട് വേറൊരാളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് അത് കാണിക്കാത്തതാണ്? കാരണം അതേപോലെ തിരക്കാണ്. ഇപ്പോൾ നമ്മൾ തിരക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ കൗണ്ടറിലേക്ക് പോകാനോ സമയം കിട്ടുന്നില്ല. അതാണ് സത്യം. സംഭവം റെഡിയായി കഴിയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും ടേസ്റ്റാണ്, നല്ല ഫുഡാണ്. അപ്പം ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതാ കോഴി നല്ല അടിപൊളി പിടിയുണ്ട് കേട്ടോ. ഇത് വേണ്ടുന്നവർ, ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, എന്തൊക്കെയുണ്ടെന്നുള്ള ഇനി ലിസ്റ്റ് പറയില്ല. തട്ടുകടയിലെ നല്ല ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തോന്നും കേട്ടോ. അച്ഛനെ ഏയ് ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അതല്ലേ, നല്ല ഫുഡ് കിട്ടുമ്പോൾ വില കൂടല്ലേ. കാട ഫ്രൈ എങ്ങനെയുണ്ട്? കാട ഫ്രൈ അടിപൊളി.